Today we're going to discuss 4 types of damages. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചിപ്ഡ് ആണ്. ചിപ്ഡ് നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സാധനത്തിൻ്റെ ഈ അറ്റം അടർന്നു പോകുന്നതിനാണ് നമ്മൾ ചിപ്ഡ് എന്ന് പറയാം. അത് പല സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം കപ്പല്ലേ മഗ്, അതിൻ്റെയൊക്കെ അറ്റം അടർന്നു പോകുന്നില്ലേ, അത് നമ്മൾ ചിപ്ഡ് മഗ് എന്നാണ് പറയാം. ഇപ്പോൾ പല്ല് പൊട്ടിപ്പോകുന്നതിന് നമ്മൾ ചിപ്ഡ് എന്ന് പറയും. ചിലപ്പോൾ ഈ പെയിൻ്റൊക്കെ അടർന്നു വരാറില്ലേ, അതിനും നമ്മൾ ചിപ്ഡ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഡ്രാങ്ക് ഔട്ട് ഓഫ് എ ചിപ്ഡ് മഗ്, അതായത് അറ്റം അടർന്നു പോയ മഗ്ന്ന് അവൻ കുടിച്ചു, അല്ലെങ്കിൽ വെള്ളം കുടിച്ചു എന്നോ എന്തെങ്കിലും. നെക്സ്റ്റ് വൺ ഈസ് ക്രാക്ട്. ക്രാക്ക് നമുക്കറിയാം, ചീന്ത് വീഴുന്നതിനെയാണ് അല്ലെങ്കിൽ ചീന്തനെയാണ് നമ്മൾ ക്രാക്ക് എന്ന് പറയാം. പ്ലേറ്റിന് ക്രാക്ക് വീഴാറുണ്ട്, ചിലപ്പോൾ നമുക്ക് റൂഫിന് ക്രാക്ക് ഉണ്ടാവാറുണ്ട്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ദി ഓൾഡ് പൈപ്സ് വേ ക്രാക്ഡ് ആൻഡ് ലീക്കിംഗ്. പഴയ പൈപ്പിന് ക്രാക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെള്ളം ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡെൻറ്റ്. ഈ ഡെൻറ്റ് കൂടുതലായിട്ട് നമ്മൾ ഈ കാറിൽ വെഹിക്കിൾസിന് നമ്മൾ കൂടുതൽ കാണും. കാരണം ഈ തട്ടിയിട്ടോ മുട്ടിട്ടുള്ള വണ്ടിക്ക് കുറേ ചളുക്കുകളുണ്ടാവും. ഈ വലിയ ചളുക്കിനെയാണ് നമ്മൾ ഡെൻറ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ സ്റ്റോൺ മെയ്ഡ് എ ഡെൻറ്റ് ഓൺ ദ ഫ്രണ്ട് ഡോർ ഓഫ് മൈ കാർ. എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് ഡോറിന് ഒരു ചളുക്കുണ്ടായി, കല്ല് കാരണം ഒരു ചളുക്കുണ്ടായി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ബ്രോക്കൺ. ഈ ബ്രോക്കൺ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ പൊട്ടുന്നതിനെയാണ് നമ്മൾ, പൊട്ടിയ സാധനത്തിനാണ് നമ്മൾ ബ്രോക്കൺ എന്ന് പറയാം. എക്സാമ്പിൾ ദ പ്ലേറ്റ് ഇസ് ബ്രോക്കൺ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 4 ഡാമേജസ്. വൺ ഇസ് ചിപ്ഡ്, സെക്കൻഡ് വൺ ഇസ് ക്രാക്ഡ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡെൻറ്റഡ്, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ബ്രോക്കൺ. സോ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. English house, WhatsApp-ലൂടെ get learning bros. IELTS മുതൽ juniors വരെ spoken English-ന്റെ പൊടിയാണ് bros. വാട്സാപ്പിലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. Reason English house.